ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹില്ലസീ ഹദാനാ ലിത്ത്വരീഖി ശൈഖനാ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു വജമഅനാ അലാ മഹബ്ബത്തി ശൈഖ് ഇബ്രാഹിം നിയാസ് ഖൗലഖി റളിയല്ലാഹു അൻഹു വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. ശവ്വാൽ മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെ ആണ്ടാണല്ലോ. മഹാനവറുകളുടെ കുറിച്ചും രണ്ട് വാക്ക് ബർക്കത്തിന് വേണ്ടി സംസാരിക്കുക എന്നതാണ്. നമ്മുടെ ഷെയ്ഖിനെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ടാണ്. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് എന്നത് അള്ളാഹുവിനും ആ അടിമക്കും ഇടയിലുള്ള ഒരു കണ്ണിയാണ് നമ്മുടെ മുറബിയായ മശൈഖമാർ. അപ്പോൾ നമ്മുടെ ഷെയ്ഖ് തങ്ങളെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. ഷെയ്ഖ് നമുക്ക് നൽകുന്നത് പുസ്തകത്തിൻ്റെ അറിവുകൾ മാത്രമല്ല, അതും നൽകുന്നുണ്ട്. അതിന് പുറമെ മാരിഫത്തിൻ്റെ ഇൽമാണ്, അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ ഇൽമാണ് നമ്മുടെ ഷെയ്ഖ് നമുക്ക് നൽകുന്നത്. ഇരുട്ടിൽ വഴി തപ്പുന്നവർക്ക് വഴിവിളക്കായി നിൽക്കുന്നത് പോലെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഷെയ്ഖിന് നമ്മോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതും വിവരിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. ഒരു പിതാവ് മകനോട് കാണിക്കുന്നതിനേക്കാൾ വലിയൊരു കാരുണ്യമാണ് ഷെയ്ഖ് മുരീദന്മാരോട് കാണിക്കുന്നത്. ഒരു മുരീദ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് അല്ലേ. ഒരു മുരീദ്, തൻ്റെ മുരീദ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി മാറണം എന്നാണ് ഓരോ ഷെയ്ഖിൻ്റെ ആഗ്രഹം. അതിനാണ് രാപ്പകൽ അവർ മുരീദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഷെയ്ഖ്. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് അപ്പോൾ മുരീദിന് വരുന്ന ഓരോ ആപത്തിലും തടസ്സത്തിലും ഷെയ്ഖിൻ്റെ ആത്മീയമായിട്ടുള്ള കാവലുണ്ടാകും. അതിന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഖിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ അനുസരിക്കും വേണം. അപ്പോൾ മുരീദിൻ്റെ അള്ളാഹുവിനോടുള്ള അടുപ്പം വളർത്തുക എന്നതാണ് എന്ത് ഷെയ്ഖിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങൾ തൻ്റെ മുരീദുകളെ, നമ്മയെല്ലാം ഒരുപാട് അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെയൊക്കെ പരലോക വിജയം ഉറപ്പുവരുത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ ഷെയ്ഖ്. അൽഹംദുലില്ലാഹ്. നാം എന്തിനാണ്, പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഷെയ്ഖ്, എന്തിനാണ് ഒരു ത്വരീഖത്ത്? ഉത്തരം വളരെ ലളിതമാണ്. ഇരുട്ടിൽ നിറഞ്ഞ ഒരു കാട്ടിലൂടെ നമുക്കൊരിക്കലും ഒറ്റക്ക് നടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ ദുനിയാവ്, ഇവിടെ നമ്മൾ ഇരുട്ടിൽ ഒറ്റക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു വഴികാട്ടി ആവശ്യമാണ്. അതാണ് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ അള്ളാഹുലേക്കുള്ള വലിയ പാതയിൽ നമ്മെ നയിക്കുന്ന ആ പ്രകാശമാണ് ആര്? ഷെയ്ഖുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹത്തോടെ അവിടുത്തെ ആ സ്നേഹത്തോടെയുള്ള ആ ഇടപെടലിലൂടെ കിട്ടിയ ത്വരീഖത്താണ്, അവിടുന്ന് നേരിട്ട് കിട്ടിയ ത്വരീഖത്താണ് തിജാനിയ ത്വരീഖത്ത്. അപ്പോൾ ഒരു സാധാരണക്കാരനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി മാറ്റാൻ ഉതകുന്ന വഴിയാണിത്, ത്വരീഖത്ത് തിജാനിയ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ഷെയ്ഖിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിലും ഷെയ്ഖ് തങ്ങൾ നമുക്ക് വേണ്ടി ഖേദിക്കുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് ആത്മീയമായിട്ട് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ തെറ്റുകൾക്ക് പാപമോചനത്തിന് വേണ്ടി. ഒരു മുരീദിൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നല്ല ചിന്തയിലാവാൻ വേണ്ടിയും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹ് എന്ന ചിന്ത നിലനിർത്താൻ വേണ്ടിയും അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ് ഷെയ്ഖ് മുറബികൾ.
അപ്പോൾ ഈ സ്നേഹം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പോൾ ഒരു മുരീദ് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഷെയ്ഖ് കാണിക്കുന്ന ഓരോ കരുതലുകൾ നമുക്ക് നമ്മുടെ കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ. ജവാഹറുൽ മാനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഷെയ്ഖ് തങ്ങൾ ഉണർച്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ കേട്ടാൽ ഈ ത്വരീഖത്തിൽ, ഈ തിജാനിയ ത്വരീഖത്ത് സ്വീകരിച്ച ഓരോ മുരീദന്മാരോടും കണ്ണ് നിറയും. അവിടുന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലുള്ളാഹ്, അങ്ങയുടെ ഈ പാവപ്പെട്ട മുരീദുകൾക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? വിചാരണയുടെ ഭയമില്ലാതെ അവരെ അങ്ങ് സ്വീകരിക്കുമോ? അതിന് മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉറപ്പ് ഇതായിരുന്നു. എന്താണ്? നിൻ്റെ മുരീദ് എൻ്റെ മുരീദുകളാണ്. നിന്നെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവരാണ്. നിൻ്റെ കൈ പിടിച്ചവൻ്റെ കൈ ഞാൻ ഖിയാമത്ത് നാളിൽ പിടിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു മുരീദിന് ഇതിലപ്പുറം ഇനി എന്ത് ആശ്വാസമാണ് വേണ്ടത്? നമ്മുടെ ഷെയ്ഖ് നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാങ്ങിയെടുത്ത ആ വാഗ്ദാനം അല്ലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അൽഹംദുലില്ലാഹ്. അസ്ഹാബി യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ ഇഖാബ്. എൻ്റെ മുരീദുകൾ വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അൽഹംദുലില്ലാഹ്. ഖാല അഹ്മദ് തിജാനി റളിയല്ലാഹു തആല അൻഹു സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബി ഫഖാല ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുക അസ്ഹാബി വമുരീദുക മുരീദി വമൻ അഹബ്ബക ഫഖദ് അഹബ്ബനി. അൽഹംദുലില്ലാഹ്. നിൻ്റെ അസ്ഹാബുകൾ എൻ്റെ അസ്ഹാബുകളാണ്, നിൻ്റെ മുരീദുകൾ എൻ്റെ മുരീദുകളാണ്. ആര് നിന്നെ സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിച്ചു. തുടർന്ന് അതേ കിതാബിൽ പറയുന്നുണ്ട്, വമൻ അഖസ അൻക ത്വരീഖത യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബി വലാ ഇഖാബിൻ ഹുവ വവാലിദഹു വഅസ്വാജുഹു വസുർരിയതുഹു. അൽഹംദുലില്ലാഹ്. ആരാണോ നിന്നിൽ നിന്ന് ഈ ത്വരീഖത്ത് സ്വീകരിക്കുന്നത്, ആരാണോ ഈ തിജാനിയ ത്വരീഖത്ത് സ്വീകരിക്കുന്നത്, അവനും അവൻ്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും വിചാരണയും ശിക്ഷയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അൽഹംദുലില്ലാഹ്. അപ്പം മുരീദുകളെ കുറിച്ച് ഷെയ്ഖ് പറഞ്ഞ ഈ വാക്കുകൾ പോരെ നമുക്ക് നമ്മുടെ ഷെയ്ഖിന് നമ്മോടുള്ള കരുതലും നമ്മോടുള്ള ആ സ്നേഹത്തിൻ്റെയും മനസ്സിലാക്കാൻ. എൻ്റെ മുരീദ് എന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഷെയ്ഖ് തങ്ങൾ പറയും, എൻ്റെ മുരീദ് എന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് വേദനിക്കുമ്പോൾ എനിക്കും വേദനിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അപ്പോൾ ഷെയ്ഖ് പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പന പാലിക്കും വേണം. അപ്പോൾ എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. ത്വരീഖത്ത് സ്വീകരിച്ച് ഇഷ്ടമുള്ള ജീവിതത്തോടെ ജീവിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. കാരണം നിങ്ങളുടെ തെറ്റുകൾ കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു എന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഖിയാമത്ത് നാളിൽ എല്ലാ മുരീദന്മാരെയും സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷമേ അഹ്മദ് തിജാനി സ്വർഗത്തിൽ പ്രവേശിക്കൂ. റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. ഒരു മരണസമയത്ത് ഒരു മുരീദ് മരിക്കാൻ കിടക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കണം എന്നാണ് റസൂൽ അഹ്മദ് തിജാനി തങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇഖ്വാനിങ്ങളിൽപ്പെട്ട പല ആളുകളും ഈ ഇടയായിട്ട് മരണപ്പെട്ട പല ആളുകളുടെയും അവസാന നിമിഷം നിങ്ങളൊന്നും എടുത്ത് പഠിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. അൽഹംദുലില്ലാഹ്. അവർ എത്ര സമാധാനത്തോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിലേക്ക് പോയത്. ജവാഹറുൽ മാനിയിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ത്വരീഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് എനിക്ക് ലഭിച്ചതാണ്, ഇതിനൊരു മധ്യവർത്തിയുമില്ല. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ആരുടെ കയ്യാണ് പിടിച്ചിട്ടുള്ളത്?
നമ്മുടെ ഷെയ്ഖിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയാണ് പിടിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഷെയ്ഖ് തങ്ങൾ ഈ മുരീദുമാരൊരിക്കലും ഈ ലോകത്ത് അപമാനിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഷെയ്ഖിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഷെയ്ഖ് അഹമ്മദ് ജാനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ മുരീദുകൾ ഒരിക്കലും അപമാനിക്കരുതെന്ന്. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹ എൻ്റെ മുരീദുകളെ നീ ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുത്, അവർ കടക്കാരായി മരിക്കാനിടയാക്കരുത്, കടക്കാരനായിട്ട് കടമുള്ളവനായിട്ട് മരിക്കാനിടയാകരുത്, അവർക്ക് നീ നിൻ്റെ ഖജനാവിൽ നിന്ന് ബർക്കത്ത് നൽകണം. അൽഹംദുലില്ലാ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ തിജാനി ത്വരീഖത്തിലുള്ള എല്ലാവർക്കും സമ്പത്തുണ്ടാവും എന്നല്ല, അല്ലെങ്കിൽ കടത്തിൽ അകപ്പെട്ട് മുങ്ങൂല എന്നല്ല. കടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവർക്കൊരിക്കലും ഉള്ളതിൽ തൃപ്തി ഉണ്ടാവുന്ന അവസ്ഥ അവരുടെ ഹൃദയത്തേക്ക് കൊണ്ടുവരുന്നു. അൽഹംദുലില്ലാ. ഉള്ളതിൽ തൃപ്തിയായ മനസ്സ് അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഷെയ്ഖ് അഹമ്മദ് ചാണ്ടങ്ങളുടെ ഈ ദുആൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കിട്ടും. ഉള്ളതിൽ തൃപ്തി. അൽഹംദുലില്ലാ. ഇപ്പോൾ കുറേ സമ്പത്തുണ്ടാവും എന്നല്ല അതിനർത്ഥം, തൃപ്തി ഉണ്ടാവും ഉള്ളതിൽ. അൽഹംദുലില്ലാ. അപ്പോൾ ഈ ദുആൻ്റെ ഇതുകൊണ്ട് തന്നെ കിട്ടുന്നത് പ്രയാസങ്ങളും എല്ലാം ദൂരീകരിച്ച് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ഷെയ്ഖ് അഹമ്മദ് ജാൻ തങ്ങൾ മുരീദുകളോട് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കാം. ഷെയ്ഖ് തങ്ങളെ ഷെയ്ഖിനെ സ്നേഹിച്ചാൽ മതി, ബാക്കി കാര്യമൊക്കെ ഷെയ്ഖ് തങ്ങൾ ഏറ്റെടുത്തു. നമ്മൾ അതിനു വേണ്ടി കുറേ ഫത്ത് ഉണ്ടാകാൻ വേണ്ടി അതിങ്ങനെ ദിക്റല്ലേ അല്ല, അതിനായിട്ടല്ല ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ തൃപ്തി, ഷെയ്ഖിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ അമൽ ചെയ്യാം. അഹമ്മദ് ജാൻ തങ്ങൾ പറയും, നിങ്ങളുടെയും എൻ്റെയും ഇടയിലുള്ള ബന്ധം ഈ ലോകത്ത് അവസാനിക്കുന്നതല്ല, അത് ഖിയാമത്ത് നാളിലും തുടരും. എത്ര ഉറപ്പാണ് നമ്മൾ ഓരോ മുരീദിനും വേണ്ടി ഷെയ്ഖ് അഹമ്മദ് ജാൻ തങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. ഷെയ്ഖ് തങ്ങൾ പറയാം, പക്ഷെ ഇതിനെല്ലാം ഈ ഉറപ്പുകളെല്ലാം കിട്ടണമെങ്കിൽ നിബന്ധന ഉണ്ട്. ഷെയ്ഖ് തങ്ങൾ പറയാണ്, നിങ്ങളെൻ്റെ മുരീദായിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഫർളുകൾ കൃത്യമായി പാലിക്കണം, ഫർളായ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കണം. അൽഹംദുലില്ലാ. അവിടുന്ന് തന്ന ദിക്റുകൾ, നമ്മുടെ ഔറാദുകൾ, സലാത്തുൽ ഫാത്തിഹയൊക്കെ മുറുകെ പിടിക്കണം. അപ്പോഴാണ് ഈ ഷെയ്ഖിൻ്റെ ഈ ദുആവും ഷെയ്ഖിൻ്റെ ഇതിൻ്റെയൊക്കെ തണൽ നമുക്ക് ലഭിക്കുള്ളൂ. ഷെയ്ഖ് തങ്ങൾ മുരീദുകൾക്ക് വീണ്ടും ഉറപ്പ് നൽകിയിട്ടുണ്ട്, എൻ്റെ ഈ ത്വരീഖത്തിൽ അടിയുറച്ച് നിൽക്കുന്നവന് ആത്മീയമായിട്ടുള്ള ഫത്ഹ് ലഭിക്കുന്നത്. അൽഹംദുലില്ലാ. ഫത്ഹ് ലഭിക്കും. ഈ ഫത്ഹ് ലഭിക്കാൻ മുരീദിന് എന്താ വേണ്ടത്? അദബ് വേണം, മര്യാദ വേണം, ഷെയ്ഖിനോടുള്ള അചഞ്ചമായ സ്നേഹം വേണം, അതേപോലെ മുറാഖബയിലുള്ള ദിക്റുകൾ വേണം, അള്ളാഹുലേക്ക് കേന്ദ്രീകരിച്ചുള്ള ദിക്റ്, സലാത്തുൽ ഫാത്തിഹിനെ നിരന്തരമായിട്ട് കൊണ്ടുനടക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും ഈ തിജാനികളുടെ അൽഹംദുലില്ലാ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഈ സലാത്താണ് നമുക്ക് ഷെയ്ഖ് നൽകിയ ഏറ്റവും വലിയ നിധി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബർക്കത്ത് കൊണ്ട് നമുക്ക് ഫത്ഹ് ലഭിക്കുക. അൽഹംദുലില്ലാ. പക്ഷെ ഫത്ഹ് ലഭിച്ച ആളൊന്നും നമുക്ക് പുറത്തുനിന്ന് ആരും മനസ്സിലാക്കാനും സാധിക്കുകയില്ല. എങ്ങനെ? പക്ഷെ അവരിൽ ഈ അവസ്ഥ ഉണ്ടായിരിക്കും, അവരുടെ പെരുമാറ്റത്തിൽ വിനയം ഉണ്ടാവും. തനിക്ക് ലഭിച്ച ഈ ആത്മീയ ഉന്നതി ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ വേണ്ടിയാ എല്ലാവരും കാണുക, മറിച്ച് ഞാൻ കൂടുതൽ ചെറുതായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഇതിന് കാരണമെന്ന് ഫത്ഹായ ആളുകൾ തിരിച്ചറിയും. ഞാൻ വലിയവനായതുകൊണ്ട് കിട്ടിയെന്നല്ല, ഞാൻ വളരെ ചെറുതാണെന്നും ഇതെല്ലാം എനിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നും ഫത്ഹായ ആളുകൾ മനസ്സിലാക്കും. അതായിരിക്കും അവരുടെ പെരുമാറ്റം. അവർക്ക് സമാധാനം ഉണ്ടാവും. ജീവിതത്തിൻ്റെ വലിയ വലിയ പ്രതിസന്ധികളിലും അവർ പതറൂല. കാരണം എന്താ? അവർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ ആ സമാധാനം ലഭിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അചഞ്ചമായ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ആന്നിറങ്ങിയിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. ആരാണോ ഷെയ്ഖ് അഹമ്മദ് ജാനി തങ്ങളുടെ ത്വരീഖത്തിൽ പ്രവേശിക്കുകയും
അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് അവന് അള്ളാഹു കൽബിൽ ഫത്ഹ് നൽകും. ഇതൊരു വലിയൊരു അവകാശവാദമൊന്നുമല്ല. കാരണം അല്ലേ, നമുക്ക് തന്നെ ഈ നമ്മുടെ കേരളത്തിലൂടെ നമ്മുടെ ഇഖ്വാനികൾക്കിടയിൽ നോക്കിയാൽ മനസ്സിലാവുന്നവരാണ്. എത്ര ആളുകൾക്ക് ഇത് അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. അപ്പോൾ ഫത്ഹ് ലഭിക്കാൻ ഷെയ്ഖിൻ്റെ പൊരുത്തം നേടണം. ഷെയ്ഖ് തങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ എൻ്റെ ത്വരീക്കത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ച് പോകരുത്. ഫത്ഹ് വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ സമയത്താണ്. അത് അവൻ കരുതിയ സമയത്താണ് അവൻ കിട്ടുക. അപ്പം അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമയോടെ ദിക്റുകളിൽ മുഴുകണം. അപ്പോൾ ഈ ഫത്ഹ് എന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന ഒരു അത്ഭുതമൊന്നുമല്ല. അതൊരു മുരീദ് തൻ്റെ അവൻ ഷെയ്ഖിൻ്റെ പാതയിൽ നടക്കുമ്പോൾ പടിയായി കൈവരുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഉന്നതിയാണ്. ആ ഉന്നതിയിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് തങ്ങൾ പറയാൻ, മൻ അഹബ്ബനി ഫഹുവ മിന്നി വ അനാ മിൻഹു. ആരാണോ എന്നെ സ്നേഹിക്കുന്നത് അവൻ എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ അവനിൽ നിന്നുള്ളവനാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെ തിങ്ങൾക്ക് നമ്മുടെ മുരീദന്മാരോടുണ്ടായിരുന്ന ആ കരുതലും സ്നേഹവും നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഷവ്വാൽ മാസമാണല്ലോ നമ്മുടെ മശായിഖ്, നമ്മുടെ ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായ ദിവസം. അപ്പോൾ ഈ വഫാത്തിനെ കുറിച്ച് ഒരു ചരിത്രപ്രധാനമായ ഒരു കത്തുണ്ട്. ഐനുമാലിയിലേക്ക് ഫാസ് എന്ന നഗരത്തിൽ നിന്നുള്ളവർ, ഐനുമാലിയിലാണ് ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെ കുടുംബക്കാരുള്ളത്, അങ്ങോട്ട് അയച്ചൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങൾ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരുന്നു. സന്തോഷത്തോടെ നാം മഹാഷെയ്ഖ് തങ്ങളോടൊപ്പം കഴിഞ്ഞു. ഇപ്പോൾ അള്ളാഹു ഷെയ്ഖ് തങ്ങളെ അവനിലേക്ക് തന്നെ അള്ളാഹുലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതിൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതീക്ഷിക്കുക. ലോകാരംഭം മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ ആത്മീയ പാതകളുടെയും അടിസ്ഥാനം ഈ അഹമ്മദിയ തുരീഖത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ഉറപ്പിച്ചു നിർത്തുക. അൽഹംദുലില്ലാഹ്. ഐനുമാലിയിലുള്ളവരിലേക്ക് അയച്ച കത്താണ്. ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെ വഫാത്തോടെ മഹാനവറുകളിൽ നിന്നുള്ള ആത്മീയ സഹായം, മദദ് നിലച്ചു പോയെന്ന് കരുതി പിശാച് നിങ്ങളെ വസ്വാസ് പിടിപ്പിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു വസ്വാസ് വേണ്ടതില്ല. അവിടുത്തെ ആത്മീയ സഹായം, മദദ് നിന്നിട്ടില്ല, വീണ്ടും തുടരും. അൽഹംദുലില്ലാഹ്. ഇപ്പോഴും അവിടുത്തെ മദദുണ്ട്. നിങ്ങളുടെ ദിക്റുകളിലും ഷെയ്ഖുമായുള്ള ആ നമ്മുടെ ബൈഅത്ത് അല്ലേ, നമ്മൾ ബൈഅത്ത് ചെയ്തവരാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളുടെ ദിക്റുകളിലും ഷെയ്ഖിൻ്റെ ഈ ബൈഅത്തിലും നിങ്ങൾ ഒരിക്കലും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. ഈ ബൈഅത്ത് ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയും ദീർഘമായ ഖേദവും അനുഭവിക്കേണ്ടി വരും. അവർക്ക് ദുനിയാവും പരലോകവും നഷ്ടപ്പെടും. അപ്പോൾ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. ഈ ത്വരീഖത്തിൽ അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. ആമീൻ ബിജായി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയാൻ, ആ കത്തിൽ വ്യാഴാഴ്ച സുബ്ഹി നമസ്കാരം മഹാനവറുകൾ പതിവ് പോലെ നിന്നുകൊണ്ട് നിർവഹിച്ചു. ആ അസുഖമായ സമയത്തും നിന്നുകൊണ്ട് ആ വ്യാഴാഴ്ച രാത്രി സുബ്ഹി നിസ്കാരം പതിവ് പോലെ നിന്നുകൊണ്ട് നിസ്കരിച്ചു. ശേഷം വിരലുകൾ കൊണ്ട് അല്പം ദിക്റ് ചൊല്ലി, ശേഷം അല്പം വെള്ളം കുടിച്ചു. ശേഷം 3 തവണ ഉറക്കെ ഷഹാദത്ത് കലിമ ചൊല്ലി. അശ്ഹദു അല്ലാ അല്ലാഹ്. 3 തവണ ഉറക്കെ ഷഹാദത്ത് കലിമ ചൊല്ലുകയും
അവിടുത്തെ പരിശുദ്ധമായ ആത്മാവ് അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്തു. ശവ്വാൽ 17 വ്യാഴാഴ്ച സുബഹിക്ക് ശേഷം ഹിജ്റ 1230. ആ കത്തിൽ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് വഫാത്തിന് മുമ്പ് ഒരു വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ആത്മീയ രഹസ്യങ്ങളുടെ വലിയ ഒരു കടലുമായി അദ്ദേഹം വെളിപ്പെടും. ഒരു കുത്തുബിനും ലഭിക്കാത്ത പദവികൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകും. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അള്ളാഹു നമ്മെ അദ്ദേഹത്തിൻ്റെ തണലിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ത്വരീഖത്തിൽ ഒരാൾ, അതായത് ഈ ത്വരീഖത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ഈ ത്വരീഖത്തിൽ നിന്ന് ഒരാൾ പുറപ്പെടുമെന്നും അറ്റമില്ലാത്ത ആത്മീയ രഹസ്യങ്ങൾ, അസ്റാർ അദ്ദേഹത്തിന് ലഭിക്കുമെന്നും നമ്മുടെ ഷെയ്ഖ് ഞങ്ങളോട് പറയുമായിരുന്നു എന്നാണ് കത്തിലുള്ളത്. നമ്മുടെ മനസ്സിലാക്കേണ്ടത് അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഭൂരിപക്ഷം പണ്ഡിതന്മാരും മഹത്തുക്കളും പറയുന്നത് അത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലഖി തങ്ങളെക്കുറിച്ചാണെന്നാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആ വഴിയിലാണല്ലോ, നമ്മുടെ ആ ഫൈലയിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ആ അകപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൻ്റെ, ആ ഒരു അനുഗ്രഹത്തിൻ്റെ ആത്മീയ വൃത്തത്തിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. വിജായ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.